ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായി പോകുന്നത് ഒരു കഞ്ഞി വ്ളോഗാണ്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അമ്മ ഉണ്ടാക്കാതെയാണ് പോയത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തിന്നണ്ടേ, നമ്മാക്കിയാലല്ലേ ജീവിക്കാൻ കഴിയും, നല്ലൊരു ആരോഗ്യമൊക്കെ വരൂ, മസിലൊക്കെ വേണ്ടേ. അതുകൊണ്ട് നമ്മൾ കഞ്ഞിയാക്കി ഇന്ന് കഴിക്കാനായി പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ കഞ്ഞി വ്ളോഗിലേക്ക് പോകാം. കഞ്ഞിയാക്കാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു കുക്കറാണ്. ഇവിടെ 3 കുക്കറുണ്ട്, അത് 3 സൈസിലുള്ള. തൽക്കാലം നമ്മൾ ഇത്ര കഞ്ഞിയാക്കുന്നുള്ളൂ. ലേശം കഞ്ഞിയാക്കുന്നത് കൊണ്ട് ഇത് മതിയാകും. കഞ്ഞി എന്ന് പറഞ്ഞാൽ നോർമൽ കഞ്ഞിയല്ല, പയറും കൂടി ഇട്ട് മിക്സാക്കിയ കഞ്ഞിയാണ് ഞാൻ ഉണ്ടാക്കാനായി പോകുന്നത്. അപ്പോൾ എക്സ്പേർട്സിന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ കുറച്ച് നേരം പയർ വെള്ളത്തിലിടണം, എന്നിട്ട് കുതിർന്നു കഴിഞ്ഞാലാണ് നമ്മൾ കുക്കറിലേക്ക് ഇടേണ്ടത്. അപ്പോൾ കുറച്ച് നേരം പയർ വെള്ളത്തിലിടാം, അതിനുശേഷം ഉണ്ടാക്കാം. ഞാൻ പിന്നെ വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, ഒരു 2 നേരം കഴിക്കാനുള്ളത് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. വളരെ കുറച്ച്, കാരണം അത്ര ആവശ്യമുള്ളൂ. അപ്പോഴത്തേനും എന്തെങ്കിലും ഉണ്ടാക്കും തിന്നോ. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കേക്കുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 2 നേരം കഴിക്കാം, ഒരാൾക്ക് കഴിക്കാം, കുറച്ച് ലേശധികം ഇടാം. അപ്പോൾ പയർ കുതിർത്ത് അരിയും എടുത്ത് കുക്കറിലിട്ട് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ കാണാം എത്ര വിസിലാണ് വേണ്ട. 2-3 വിസിലേ ഉള്ളൂ. അപ്പോൾ അരി കഴുകിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ പയർ കണ്ടില്ലേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ കേട്ടിട്ട് ബാക്കി ദൃശ്യങ്ങൾ കാണിക്കാം. പിന്നെ പയറിട്ട് കഴിഞ്ഞാൽ എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. കുറച്ച് ഉപ്പും കുറച്ച് അച്ചാറും ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. അത് കൂട്ടി കഴിച്ചാൽ അത്യുത്തമമായി. വേറെ കറിയുടെ ആവശ്യമില്ല. പണ്ട് മുതലേ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ ആലോചിച്ച് ഒരു പെട്ടെന്ന് ഉണ്ടാക്കി തരുന്ന ഒരു സാധനമാണ് വിശക്കുകയാണെങ്കിൽ. പിന്നെന്താ, അതേപോലെ അസുഖങ്ങൾ വന്നാലും ഇത് തന്നെയാണ് കഴിക്കാറ്. വെറും കഞ്ഞിയും അച്ചാറും ഒക്കെ കുടിക്കുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും ബെറ്ററാണ് കുറച്ച് പയറും കൂടി ഇട്ട് കുടിക്കുന്നത്. സെറ്റാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വീഡിയോ കൂടിയാക്കിയേക്കാം ഇത് കരുതിയത്. അല്ലേ, കുക്കറിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പകുതി വെള്ളം ഒഴിക്കണം, എന്നാല് സെറ്റാവും. പകുതി വെള്ളം ഒഴിക്കട്ടെ. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പകുതിയിൽ ലേശം അധികമാക്കി വെള്ളം വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഇത്രയൊന്നും അല്ല കേട്ടോ, പകുതി കുറച്ചും കൂടി ഉണ്ട്. വ്യക്തമായി. അപ്പോൾ കത്തിച്ചിട്ടുണ്ട്. വിസിൽ വരുമ്പോൾ കേണാം. നാല് വിസിലായി, അത്രേ വേണ്ടു. അപ്പോൾ കുക്കർ തുറന്നിട്ടില്ല. അപ്പോൾ അതിലിടക്ക് വേറൊരു പരിപാടിയുണ്ട്. ഇന്നിവിടെ എലക്ഷനാണ്. അപ്പോൾ ഞാനാണെങ്കിൽ വോട്ട് ചെയ്യാനായിട്ട് പോയിട്ടില്ല. അപ്പോൾ ഒന്ന് കുന്നോത്ത് സ്കൂൾ വരെ ഒന്ന് പോകണം. സ്കൂളിൽ പോയി വോട്ടും ചെയ്തിട്ട് വന്നിട്ട് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ചിരവിടാണ്ട്. അപ്പോൾ അതൊക്കെ വോട്ടിന് ശേഷം. ബൈ. അപ്പോൾ കുറച്ച് തേങ്ങ ചിരവിയും കൂടി ഇട്ടാൽ അടിപൊളി. അങ്ങനെ കഞ്ഞി റെഡി ആയിരിക്കുന്നു. ഇനി ആ തേങ്ങ ചിരവിതും കൂടി ഇട്ട് ഒന്ന് നന്നായി ഇളക്കണം. അങ്ങനെ തേങ്ങയും ഇട്ട് കഞ്ഞി റെഡി ആയിരിക്കുകയാണ്.